അഭിലാഷ് 8ാം ദിനം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ മുതൽ തന്നെ ചെറിയ രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ ഈ ഒരു രക്ഷാദൌത്യത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പുഴയിൽ ഒഴുക്ക് അത് ശക്തിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്യുന്നത്. അല്പസമയത്തിന് മുമ്പ് എ കെ ശശീന്ദ്രനും ഒപ്പം തന്നെ കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ എത്തി സന്ദർശനം നടത്തുകയും ഒപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എത്തി കാര്യങ്ങൾ വിലയിരുത്തി പോവുകയും ചെയ്തു. അതായത് ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ടൊരു 6 സെക്ടറാക്കി തിരിച്ചുകൊണ്ട് ഉള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൺറൈസേഴ്സ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു തെരച്ചിൽ അന്വേഷണം നടക്കുന്നത്. അവിടെ എയർലിഫ്റ്റ് സംവിധാനത്തോടുകൂടി ഹെലികോപ്റ്ററിൽ 12 അംഗ സംഘം എത്തി. അവിടെ അതിനൊപ്പം 6 സേനാംഗങ്ങളുണ്ട്. വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വിദഗ്ധ സംഘങ്ങളാണ് അവിടേക്ക് എത്തുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതാണ് അവിടെ പരിശോധിക്കുന്നത്. അതിനുശേഷം അവ കണ്ടെത്തിയാൽ അത് മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം തിരികെ എയർലിഫ്റ്റ് ചെയ്ത് തിരികെ എത്തിക്കുക എന്നുള്ളത് ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്തിൽ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ ഒരു സഹായത്തോടു കൂടി ഒപ്പം തന്നെ കടാവർ ഡോഗുകളുടെ ഒക്കെ സഹായത്തോടു കൂടി സേനാ വിഭാഗങ്ങൾ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. പൂർണ്ണമായും മണ്ണ് മാറ്റി, അതായത് 100% ഓരോ മേഖല കേന്ദ്രീകരിച്ച് അവിടുത്തെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് പൂർണ്ണമായി മാറ്റി ഏകദേശം 40 അടിയോളം 20 അടി മുതൽ 40 അടിയോളം മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അവ നീക്കം ചെയ്ത് മാനുവലി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ ഈ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരുന്ന ഈ ദുരന്തത്തിൽ അവിടുത്തെ ഒരു ചേട്ടൻ കൂടി നമ്മോട് ചേരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പറയുന്നതനുസരിച്ച് 180ഓളം പേരെ ഇനി കാണാനുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഒരു സമീപവാസി ആയതുകൊണ്ടും ഈ കാര്യം ദുരന്തം നേരിൽ കണ്ടിട്ടുള്ള ഞാൻ ചൂരൽമല നീലിക്കാപ്പ് പ്രദേശത്താണ് താമസം. എൻ്റെ ജോലി മീൻകച്ചവടമായിരുന്നു. ഞാൻ ഈ പ്രദേശത്തെല്ലാം അറിയുന്നതാണ്. ഇത് ഇവിടുത്തെ ശിവക്ഷേത്രമാണ്. അതിൻ്റെ പരിസരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മളെ ഹൈസ്കൂളിലെ പ്രദേശം. അവിടെ 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. അതിൽ അവരുടെ കുടുംബങ്ങളും കുട്ടികളെല്ലാം സ്കൂൾ റോഡ് ആ ഭാഗങ്ങളിൽ അങ്ങനെ മുണ്ടക്കായ് പ്രദേശത്തുള്ള. ഇവിടെ പുറത്തുനിന്ന് ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളായിട്ടും ഇതൊന്നും സർക്കാർ കണക്ക് 180 അതൊന്നും ഒരു കണക്കിലാവുന്നതല്ല. പക്ഷെ അതിലും അപ്പുറം ജനങ്ങൾ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ അതിഥി തൊഴിലാളികളെ ഒന്നും കണക്കൊന്നും ആർക്കും കിട്ടിയില്ല. വീടുകളിൽ നിന്ന് തന്നെ പോയ ആളുകളെ കണക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ 180 എന്ന് പറയുന്നത് ഒന്നും കണക്കായിട്ട് കൃത്യമായ കണക്കല്ല. അതിലും അപ്പുറം ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും പോയിട്ടുണ്ട്. അതിൽ മോളെ ഇന്നലെ കിട്ടിയത്, മോനെ കിട്ടിയിട്ടില്ല. അങ്ങനെ കണക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കിട്ടാൻ. അപ്പോൾ ഇനി നമ്മളെ സർക്കാർ സംവിധാനം ഇതിൽ തെരച്ചിൽ ഒന്നും കൂടി ഊർജിതമായിട്ട് വന്നിക്കുകയാണെങ്കിൽ കുറേം കൂടി ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഈ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. മുണ്ടക്കൈയിലും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലകളിൽ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ചൂരൽമലയിൽ പലതവണ നേവിയും സൈന്യവും ഒക്കെ പലതവണ മന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഈ താഴേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു താഴോട്ട് പോകുന്ന 2 കിലോമീറ്റർ താഴത്തു നിന്നാണ് എന്റെ ജ്യേഷ്ഠന്റെ മോളെ കിട്ടിയത്. അതായത് മുകളില് അവരാ വീട് നിൽക്കുന്നവരെ അടക്കം ആദ്യം ഒരു 25 അടിയിലധികം താഴ്ചയിലാണ് അവരെ വീട് നിൽക്കുന്ന സ്ഥലമല്ലേ. അവിടുന്ന് താഴെ അപ്പുറം വില്ലേജിലും അപ്പുറം പോയിട്ടാണ് എന്റെ ജ്യേഷ്ഠന്റെ മോളെ ഇന്നലെ കിട്ടിയിട്ടുള്ളത്. നസീമ എന്ന് പറയും അവരെ കിട്ടിയത്. ഈ ഒരു അതായത് ആ ഭാഗത്തേക്ക് കൂടുതൽ പേർ ഒഴുകിപ്പോയിട്ടുണ്ടാകാം. ഒഴുകിപ്പോയിട്ടുണ്ടാകും. ഏത് ഇവിടെ നിന്നും വിട്ട് കടലിൽ എത്തിക്കുന്നുള്ളതാണ് നമുക്ക് കണക്ക് തോന്നുന്നത്. നിലമ്പൂരും കഴിഞ്ഞു പോയിട്ട് ഇപ്പൊ നിലമ്പൂർ ചാലിയാറ് ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ബോഡികൾ കിട്ടുന്നത്. അവിടുന്ന് എന്താ വെച്ചാൽ കല്ലും മണ്ണും മരങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നിന്നു പോകും. ബാക്കി വെള്ളം മാത്രം മുന്നോട്ട് പോകുന്നു. ആ വെള്ളത്തിൽ ഒഴുക്കപ്പെട്ട് അങ്ങനെ പോകാനാണ് മിക്ക ബോഡികൾ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ തോട്ടം മേഖലയിലൊക്കെ തന്നെ അവിടെ കൃത്യമായി പരിശോധന നേരത്തെ നടത്തിയപ്പോഴൊക്കെ തന്നെ കുറച്ചധികം മൃതദേഹങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു, ശരീരഭാഗങ്ങളൊക്കെ. അപ്പൊ അവിടെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അവിടെ അന്വേഷിക്കുന്നത് നല്ല ഈ തോട്ട മേഖലയിലെ ചെടികൾ. അപ്പൊ ഈ ചെടികളിലൊന്നും ഇതൊക്കെ തേയിലത്തോട്ടം ഇതിലേക്ക് അടിച്ചു കയറി ഇതിനുള്ള പെട്ടാൽ കിട്ടാൻ വളരെ പളയോ എവിടെ ഒഴുകി പോയിട്ടുണ്ടാവില്ല, മണ്ണിന്റെ അടിയിലും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഈ റിസോർട്ടുകളിലൊക്കെ ഒത്തിരി അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലേ? അവരുടെ ഒരു റിസോർട്ടുകളിലല്ല, എസ്റ്റേറ്റ് ലൈനുകളിൽ താമസിച്ചിരുന്ന ആളുകൾ തന്നെ ലൈനുകളൊക്കെ ഒഴുകിപ്പോയതല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഇതിൽ അതിഥി തൊഴിലാളികൾ എസ്റ്റേറ്റ് ജോലിക്കായിട്ട് വന്ന തൊഴിലാളികൾ, അല്ലാതെ ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് പുറത്ത് പണിയെടുക്കുന്നവർ ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാക്ടറി അതിൻ്റെ അവിടെ ലൈനിൽ മുണ്ടക്കായ് ഭാഗങ്ങളിലൊക്കെ ലൈനുകൾ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളുണ്ട്.
അത്തരം ആളുകളെ കണക്ക് കിട്ടാൻ സാധ്യതയല്ല, കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. വിഷയം അഭിലാഷ്, ഇവർ പറയുന്ന പോലെ തന്നെ സർക്കാർ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കണക്കുണ്ട്. 180ഓളം പേരെ കാണാനായിട്ടില്ല എന്നാണ് അവരൊരു അനൌദ്യോഗിക കണക്ക് പറയുന്നത്. പക്ഷേ ഈ പ്രദേശവാസികളാണ്, ഇവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. അവർ തന്നെ പറയുന്നതനുസരിച്ച് നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കാരണം റിസോർട്ടുകളിൽ വർക്ക് ചെയ്തിരുന്ന, ലയങ്ങളിലൊക്കെ ജോലിയെടുത്തിരുന്ന അതിഥി തൊഴിലാളികളുണ്ട്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരെത്ര പേരാണ്, അവരെത്ര പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ എന്നടക്കമുള്ള കൃത്യമായ കണക്ക് ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആളുകളുടെ എണ്ണവും ഈ ഭാഗത്തൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന നിരവധി കുട്ടികളുടെ മാതാപിതാക്കളും അവരൊക്കെ താമസിച്ചിരുന്നതുമൊക്കെ ഈ മുണ്ടക്കൈ പുച്ചിരിമട്ടം ഭാഗത്തൊക്കെയാണ്. അവിടെയൊക്കെ നിരവധി വീടുകളുണ്ടായിരുന്നു. അവരെയൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകളും ഉൾപ്പെടെ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെടുകയും ചെയ്തു. 2 ദിവസം മുമ്പാണ് ആ ഒരു മൃതദേഹം ഈ ചാലിയാറിന്റെ സമീപത്ത് നിന്ന് ഏകദേശം ഈ ദുരന്തം നടന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സേനാവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നാണ് രാവിലെ തന്നെ 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അവർ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അവസാന വട്ടത്തേക്ക് കൂടി ഒരു 100% ഉറപ്പിക്കുക. ഇനി അവിടെ തെരച്ചിട്ട് കാര്യമില്ല, അവിടെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓരോ മേഖലയിൽ നിന്നും അവർ പിൻവാങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് മുണ്ടക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ, പുഞ്ചിരിമട്ടത്തെ വിവിധ പ്രദേശങ്ങളിൽ, ഒപ്പം തന്നെ അട്ടമലയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട ദൌത്യം എന്ന് പറയുന്നത് എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തോടു കൂടി സൺറൈസസ് വാലിയിൽ നടക്കുന്ന ആ ഒരു പരിശോധന തന്നെയാണ്. ഒപ്പം തന്നെ തോട്ടം മേഖലയിൽ ഈ ഒരു പുഴയുടെ ഇരു സൈഡുകളിലുമായി നിരവധി തോട്ടമുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. അവിടേക്കൊക്കെ നിരവധി മണ്ണുകളും കല്ലുകളും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കൃത്യമായ പരിശോധന ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അവിടേക്ക് കൂടിയാണ് ഇന്ന് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ നീക്കി. കാരണം കഴിഞ്ഞ ദിവസം 18 പേർ, ഈ ഒരു റെസ്ക്യൂ ടീമിലെ 18 പേർ, സന്നദ്ധ സംഘടനയിലൂടെ 18 പേർ അവിടെ കുടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സൂചിപ്പാറയിൽ. അവിടെ നിന്ന് 2 മൃതദേഹങ്ങളാണ് അവർ കണ്ടെത്തുകയും ചെയ്തത്. ആ സമയത്താണ് അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ആ മൃതദേഹം അവർ കണ്ടെത്തിയപ്പോൾ അവർ അതിനെക്കുറിച്ച് പറഞ്ഞതും, അവർ ഈ തെരഞ്ഞു പോകുന്ന സമയത്ത് ഈ സൈഡ് ഭാഗത്ത്, ഈ കരകളുടെ സൈഡ് ഭാഗത്ത് മണ്ണ് കൂടി കിടക്കുകയാണ്. അത്തരത്തിൽ ഒരു കാൽപാദം കണ്ടതിനെ തുടർന്നാണ് അവർ കുഴിച്ചു നോക്കുന്നത്. ആ മണ്ണ് മാറ്റിയപ്പോൾ മൃതദേഹത്തിന് മുകളിൽ ഒരു മരമുണ്ട്. ആ മരം നീക്കം ചെയ്തപ്പോൾ അതിന് മുകളിൽ കല്ലിരിപ്പുണ്ട്. അതിന് താഴെ വീണ്ടും മണ്ണ്. അങ്ങനെ ഫുൾ മാറ്റിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തത്. അത്തരത്തിൽ മണ്ണിനടിയിൽ നിരവധി പേരുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഭാഗം, ചാലിയാറിന്റെ ഇരു സൈഡുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തും. തോട്ടം മേഖലയിലേക്ക്, ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മൺകൂനകളായി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇന്ന് പരിശോധന നടക്കുന്നുണ്ട്. അട്ടമല ഭാഗത്ത് നിരവധി റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള ടൂറിസ്റ്റ് മേഖലയായിരുന്നു പ്രധാനപ്പെട്ട. അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. അവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്തിരുന്നു. ആ ഭാഗത്തേക്ക് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായി. ഈ ഒരു മണ്ണ് ഇടിഞ്ഞു വന്ന് ഈ പ്രദേശത്ത് നിന്ന് അട്ടമല ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ആ ഭാഗത്ത് കൂടി പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ മുണ്ടക്കയിൽ നിന്ന് ഒരു മൃതദേഹവും, ഒപ്പം തന്നെ ചൂരൽമലയിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് 2 മൃതദേഹങ്ങളും ലഭിച്ചിരുന്നു. അതായത് സമീപത്ത് ഭാഗികമായി തകർന്നിട്ടുള്ള വീടുകളുണ്ട്. ഒപ്പം തന്നെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. ആ വില്ലേജ് ഓഫീസിന്റെ മുകൾ നിലയിൽ നിന്നാണ്, ആ ടെറസ് ഭാഗത്ത് നിന്നാണ് ഒരു ശരീരഭാഗം ലഭ്യമായത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ ഭാഗികമായി തകർന്ന വീടിന്റെ ജനലിനോട് ചേർന്ന് തങ്ങി നിൽക്കുന്ന നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയും ചെയ്തു. അത്തരത്തിൽ ഇപ്പോഴും ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. ഭാഗികമായി തകർന്ന മൺകൂനകൾ ആയി നിൽക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി ഇന്ന് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതിശക്തമായ മഴയാണ് ഇവിടെ ഉള്ളത്. അത് വലിയ രീതിയിൽ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുണ്ട്. കാരണം ഒഴുക്ക് ശക്തമാകുന്നുണ്ട്. കൂടാതെ ഈ ഒരു മണ്ണ് നീക്കം ചെയ്യുന്നതിലും പാറയൊക്കെ മാറ്റുന്നതിലുമൊക്കെ ഈ ഒഴുക്കും ഒപ്പം തന്നെ ഈ മഴയുടെ ഒരു കാഠിന്യവും അത് വലിയ രീതിയിൽ രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ രാവിലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. പിന്നീട് ഒന്ന് മാനം തെളിഞ്ഞു വരുന്നതായിരുന്നു കണ്ടത്. ഒരു ആശ്വാസകരമായ രീതിയിൽ ഒരു കാലാവസ്ഥ അനുകൂലമായി മാറുന്നു നമ്മൾ കണ്ടു. പക്ഷേ വീണ്ടും ഇപ്പോൾ അല്പസമയത്തിനു മുൻപ് വീണ്ടും ഈ ചൂരൽമല പ്രദേശത്തും അട്ടമല, മുണ്ടക്കൈ, പുച്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുകയാണ്. അത് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അഭിലാഷ്. മിഥുൻ ആണ് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. പക്ഷേ തെരച്ചിലിന്